അവിടെ ആ മുറിയിൽ എന്താ ഞാൻ കണ്ടത്? എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? ശരിക്കും ശരിക്കും ഇതെനിക്ക് ഇഷ്ടമാണോ? ഏട്ടാ അത് പിന്നെ ഞാൻ നീനു എന്താ ആ മുറിക്കുള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇത്രയും ഇവനെ സ്നേഹിച്ചിട്ട് എങ്ങനെയാണ് മറ്റൊരുത്തിന് കഴുത്ത് നീട്ടി കൊടുക്കാൻ തോന്നുന്നത്? അങ്ങനെ കഴുത്ത് നീട്ടി കൊടുക്കാൻ പറ്റില്ലെന്ന് തോന്നിയോണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. എന്തിന്? ഇതിനൊക്കെ ആവശ്യം എന്തായിരുന്നു? ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ നടത്തി തരുമായിരുന്നില്ലേ? ടേക്ക് എന്താ ഒരു കുഴപ്പം? മോനെ അത് അവളെ കുറ്റം പറയണ്ട. എല്ലാ തെറ്റും ഈ അമ്മയുടെ. എന്ത്? എനിക്ക് മനസ്സിലായില്ല. ഈ കല്യാണാലോചന വന്നപ്പോൾ തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ് അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന്. ഞാനാണ് നിർബന്ധിച്ചത്. പക്ഷേ സത്യമായിട്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന് മാത്രമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളിലുള്ള കാര്യം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എനിക്ക് ഉറപ്പായിട്ട് ഞാൻ അവളെ നിർബന്ധിക്കില്ലായിരുന്നു. എന്തൊക്കെയായി വീട്ടിൽ നടക്കുന്നത്? ഞാനൊരുത്തിന് ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു വാക്ക് പോലും എന്നോട് പറയാൻ തോന്നിയില്ലേ? അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തമ്മിൽ പിരിക്കുമെന്ന് അങ്ങനെ കരുതിയോ നീ? അത്രയ്ക്ക് ദുഷ്ടനാണോ മോളെ നിൻ്റെ ഏട്ടൻ? അങ്ങനെയല്ല ഏട്ടാ. ജിമിനേട്ടൻ്റെ ജീവിതത്തിൽ ഇവർക്കൊക്കെ എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ജിമിനേട്ടൻ വീട്ടിനെ വെറുത്താലോ എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ്. വെറുക്കാനോ? ഞാനെന്തിനാ അവനെ വെറുക്കണം? എൻ്റെ പെങ്ങൾ കണ്ടുപിടിച്ച് തീർക്കാൻ എനിക്ക് ബെസ്റ്റായിട്ടേ തോന്നിയിട്ടുള്ളൂ. എല്ലാം കൊണ്ടും അവനെ കൊണ്ട് എന്ത് കുഴപ്പമുള്ളത്? സ്വന്തമായി നല്ല വരുമാനമുള്ളൊരു ജോലിയുണ്ട്, സ്വന്തമായൊരു വീടുണ്ട്, പോരെ? എന്നാലും നിനക്ക് ഏട്ടനോടൊരു വാക്ക് പറയായിരുന്നു. ഏട്ടാ പ്ലീസ്, ഐ എം സോറി. ഇത് തന്നെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? എന്നാലും നീ എങ്ങനെ ഇവനെ കണ്ടത്? നീ വരുമ്പോൾ ഒന്നും അവനോട് ഉണ്ടായിട്ടില്ലല്ലോ. അതൊക്കെ അവൾ ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ അവളെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട. പോരാ, എനിക്കത് ഇവളുടെ വായി തന്നെ കേൾക്കണം. ഏട്ടാ ഞാനത് പിന്നെ പറഞ്ഞാൽ പോരെ? ഇപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ? ഇതിലിപ്പോൾ ഇനി അറിയാൻ ആരും ബാക്കിയില്ല. പറഞ്ഞു തുടങ്ങിക്കോ. അവൾ ടേയെ നോക്കി ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ഏട്ടാ ഞാനിവിടെ നിന്ന് പോകുന്നത് വരെ അപ്പുറത്തെ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പോയതിന് ശേഷമാണ് അമ്മ ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ അവർ ലണ്ടനിൽ നിന്ന് വന്നു, അവരിനി തിരിച്ചു പോകുന്നില്ല, അവർക്കൊരു മോനുണ്ട്, ജിമിനേട്ടൻ്റെ കൂടെയാണ് പഠിക്കുന്നതെന്നൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നാലും അവരെ കാണാറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 10th വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ അമ്മേൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയി. അന്നൊരു ഫ്ലവർ ഷോപ്പിൽ കണ്ട മുഖം അതെനിക്ക് മറക്കാനേ കഴിഞ്ഞില്ല. വീട്ടിൽ വന്നതിന് ശേഷം ആ മുഖം എൻ്റെ മനസ്സിൽ നിന്നേ പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിനുശേഷം ഒരുപാട് പ്രാവശ്യം ഫ്ലവർ ഷോപ്പിൽ പോയി നോക്കി, ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കി, പക്ഷെ കണ്ടില്ല. മറന്നു പോകാണ്ടിരിക്കാൻ വരച്ച് വരെ വെച്ചു. അന്നത്തെ ആ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് മാമിയുടെ അടുത്ത് പോകാനായിട്ട് ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ ജനലിൻ്റെ അരികിൽ ചെന്ന് നോക്കിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ആ പൂക്കൾക്കിടയിൽ ഞാൻ കണ്ട ആ മുഖം, അതേ മുഖം. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ജിമിനേട്ടൻ എൻ്റെ പുറകിൽ വന്ന്. എടാ വി, എന്താ രാവിലെ തന്നെ ഒരു വയലും വായന? ഏയ് ഒന്നുമില്ലടാ, ഞാനിങ്ങനെ വെറുതെ. ആടാ അന്ന് നടക്കട്ടെ. അല്ല നീ ഇതെങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലടാ, അനിയത്തിന്ന് തിരിച്ചു പോവാം, അവളെ എയർപോർട്ടിലാക്കണം. നീ പറഞ്ഞു എൻ്റെ കൂടെ? ഏയ് ഇല്ലടാ, കുറച്ച് പണിയുണ്ട്, അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഓ എന്നാൽ ശരി. അല്ല നിൻ്റെ അനിയത്തി വന്നിട്ട് എവിടെ? എപ്പോൾ വന്നാലും കാണാൻ പറ്റാമല്ലോ, ഒന്ന് വിളിച്ചേ. എൻ്റെ പുറകിലൊപ്പുണ്ട്. നീനു ഒന്ന് കിടന്നീക്കടാ. ഞാൻ പോവാം. നിന്നെ വീ വിളിക്കുന്നു, ഒന്ന് വാ. അവൻ നിന്നെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എനിക്കാവില്ല ഏട്ടാ, സോറി. നീനു ശേ, ഈ പെണ്ണ് അവൾക്ക് നാനാടാ, കുഞ്ഞല്ലേ. ഏയ് ദാറ്റ്സ് ഓക്കെ. ഓക്കെ ദെൻ ബൈഡാ, ബൈഡാ. അതിനുശേഷം നിങ്ങളുടെ ഗ്രാജുവേഷനിലേക്ക് ഞാൻ വന്നിരുന്നു. എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. ഹായ് മോളെ. മോള് ചേച്ചിക്കൊരു ഹെൽപ്പ് ചെയ്തോ പ്ലീസ്?
ഇതാ നിൽക്കുന്ന ചേട്ടനെ കണ്ടോ, ആ യെല്ലോ കോട്ട്? ഇന്നാ ഈ ക്യാമറ മുമ്പ് പിടിച്ചോ, എന്നിട്ട് അച്ഛൻ്റെ ഒരു വീഡിയോ ചേച്ചിക്കെടുത്തരോ. മോളെ ചേട്ടൻ്റെ അടുത്ത് ചെല്ലണം, എന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് ജസ്റ്റർ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കണം. എടാ ഹാൻഡ് ജസ്റ്റർ ഒന്ന് പറഞ്ഞേ. എന്ന് വെച്ചാ എടാ നമ്മ കൈ കൊണ്ട് ആഞ്ഞൊക്കെ കാണിക്കൂലേ, അത്. അയ്യോ എടാ മോനെ, ആ ചേട്ടൻ ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മോനെന്ത് പറയും? അയ്യോ അങ്ങനൊന്നും പറഞ്ഞേക്കരുത്, വെറുതെ ഒരു രസത്തിനാണെന്ന് പറഞ്ഞാൽ മതി. ആ ചേട്ടൻ എത്ര ചോദിച്ചാലും ചേച്ചി പറഞ്ഞിട്ടാണെന്ന് മാത്രം പറയരുത്, അത്രയും ചെയ്താൽ മതി. ഹായ് മോളൂസേ. അതിനെന്താ, കാണിച്ചു തരാലോ. കിട്ടിയോ വീഡിയോ? മോളെ നിന്നോടരാ ഞാൻ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞേ. നീ എന്ത് പണിയാടി കാണിച്ചേ? എല്ലാവരും നിന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നത്. വിയാണെന്നുണ്ടെങ്കിൽ ഏത് നേരം നോക്കിയാലും നീ വന്നോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, അവനൊന്ന് കാണാൻ. എന്നിട്ട് അവരെല്ലാവരും പരിചയപ്പെടാൻ വന്നപ്പോൾ നീ എപ്പോഴേക്കും യുവിൻ്റെ വീട്ടിലോട്ട് ഓടി. നിനക്ക് എന്തായിരുന്നു അപ്പം യുവിൻ്റെ വീട്ടിൽ ചെല്ലാൻ അത്രക്ക് തിരക്ക്? അതൊക്കെ ഉണ്ട്, ഏട്ടനും പോയേ. നീ അവനെ കാണില്ലെന്ന് തീർത്ത് ഉറപ്പിച്ചാണോ? അതെ, എനിക്ക് ഏട്ടനെ കൂട്ടാൻ ഇഷ്ടമല്ല, പോരെ. സോറി ഏട്ടാ, എനിക്ക് വീട്ടിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഓരോരോ ഇഷ്ടമുള്ളതുകൊണ്ട്. ഞാൻ ജീവനേണ്ട അനീതിയാണെന്ന് പറഞ്ഞാൽ പുള്ളിനൊരു പെങ്ങളെ പോലെ കാണും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഒരുമിച്ചിരുന്നതും നിങ്ങളുടെ കോളേജിൽ ഡാൻസും എല്ലാം ഞാൻ എടുത്ത് വെക്കുമായിരുന്നു. എനിക്കെന്നും കണ്ടുകൊണ്ടിരിക്കാൻ കുറേ കത്തുകൾ എഴുതി അയക്കാൻ, ബട്ട് ധൈര്യം വന്നില്ല. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ വെച്ച് വീണ്ട പപ്പയും അമ്മയും ഞാൻ കണ്ടു. അന്ന് ഞാൻ ആൻറ്റി അങ്കിൾ ഗുഡ് മോർണിംഗ്. ഇത് റീനയുടെ മോളല്ലേ? മോളിപ്പോ വന്നു? ഞാൻ ഇന്നലെ വന്നു. ആൻറ്റിക്ക് നിങ്ങൾക്ക് സുഖമാണോ? സുഖം. മോൾക്കോ? ആൻറ്റി പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മോള് പറഞ്ഞോ? അത് എനിക്ക് വേറെ ഇഷ്ടമാണ്. ഞാനതിങ്ങനെ നിങ്ങളുടെ മുഖത്തേക്ക് പറയുന്നതിന് നിങ്ങളെന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പറയാൻ തോന്നി, അതാ ഞാൻ വന്ന് പറഞ്ഞു. എന്താന്ന്? അല്ല മോക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്ക് 16 വയസ്സുണ്ട്. ഒരു കാര്യം ചെയ്യും, പഠിച്ച് വലിയ കുട്ടിയായതിനു ശേഷം ജോലിയിലായിട്ട് വാ, ഞങ്ങളെൻ്റെ മോനെ മോളുടെ കയ്യിലേക്ക് വന്നേക്കാം, പോരെ? ആ പക്ഷേ നല്ല മോളായിട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ തരൂ. ഞാൻ പഠിച്ചോളാം ആൻറ്റി, എന്നിട്ട് ജോലിയൊക്കെ ആയിട്ട് വന്ന് വീടിനെ നന്നായി നോക്കിക്കോളാം. നീകൾ കൊള്ളാലോ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി. ദേ വീട് ഡാഡി, ഇവളാണ് എൻ്റെ വരുമ്പോൾ, കേട്ടല്ലോ. ആയിക്കോ. ഞാൻ പോകുക. പിന്നെ ഇതാരോടും പറയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. വീട്ടിലറിഞ്ഞാൽ കൊല്ലും. ശരി. അതിനുശേഷം ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ അവരെന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. എന്നോട് എപ്പോഴും പറയും വിയാനോട് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന്. ഞാനാ സമ്മതിക്കുന്നത്. അവരവസാനമായി എന്നെ വിളിച്ചത് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ്. അന്ന് ഡാഡി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വിയണ്ണ നന്നായി നോക്കിക്കോളാം, അവർ പോയാൽ വിയണ്ണ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ ഡാഡീനെ കുറേ പണിയും, കാരണം എനിക്ക് ആ ഡാഡിയും മമ്മിയും വേണമായിരുന്നു. പിറ്റേ ദിവസം ജിമിനേട്ടൻ വിളിച്ച് ഡാഡിയും മമ്മിയും പോയ കാര്യം പറഞ്ഞു. അവിടെ നിന്ന് അമ്മായിനോടും മാമനോടും വാശി പിടിച്ച് എൻ്റെ ഡിഗ്രി ഇങ്ങോട്ടാക്കി, ഡാഡി കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി. പക്ഷേ ഞാനിവിടെ എത്തിയത് വിയേട്ടൻ ലണ്ടനിലേക്ക് പോയി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞങ്ങളുടെ സാറ് മാറാനും ആ സ്ഥാനത്ത് വിയേട്ടൻ വരാനും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞങ്ങൾ ഒന്നിപ്പിക്കാൻ ദൈവം തന്നൊരു അവസരമായി ഞാൻ അതിനെ കണ്ടു. ഡാഡി കൊടുത്ത വാക്ക് വിയേട്ടനെ നോക്കിക്കോളാം. അതിനുവേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് തലയിറങ്ങി വീണതിന് ശേഷം നിങ്ങളെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്താണ് വിശ്വസിച്ചത്. പക്ഷേ ഒരിക്കൽ പോലും വിയേട്ടൻ എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം വന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ നോട്ടം, അതിൽ നിന്ന് ഞാനൊരു സ്നേഹം കണ്ടു. പക്ഷേ അമ്മാനും വന്നതിന് ശേഷം റോഷൻ്റെ എൻ്റെ മാരേജിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്കെന്നോട് ശരിക്കും പ്രണയമുണ്ടെങ്കിൽ അന്നിങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവിടെ എനിക്ക് തെറ്റി. നിങ്ങളിവിടുന്ന് പോകുന്നെന്ന് എന്നോട് പറഞ്ഞു. ഒരാളുടെ സ്ഥാനത്ത് കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞു. ഒടുവിൽ കൺഗ്രാറ്റ്സ് വരെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ വിഷമമെല്ലാം ഉള്ളിലൊതുക്കി. പക്ഷേ നിങ്ങൾ കൂട്ടുകാരെ കണ്ടത് നിങ്ങളുടെ ലോകത്തായി. പാട്ട്, ഡാൻസ്, കുടി, ഞാനിവിടെ ചങ്കേർന്ന് ജയിക്കുമ്പോൾ നിങ്ങളോട് ആഘോഷിക്കുമായിരുന്നു.
അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ നിമിഷം എനിക്ക് മനസ്സിലായി നിങ്ങളെന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ലെന്ന്, ഇനി ഒരിക്കലും സ്നേഹിക്കില്ലെന്ന്. മനസ്സിലൊരാൾ വെച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കഴുത്തീട്ടി കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. അതുകൊണ്ടാണ് ഞാൻ. സോറി ഏട്ടാ. നീ നീ ഇത്രയും ഇവനെ സ്നേഹിച്ചിരുന്നു? സോറി മോളെ. ഏട്ടാ, ഏട്ടൻ എന്തിനാ സോറി പറയുന്നത്? വി, നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? നിനക്ക് ഇനിയെങ്കിലുള്ള സ്നേഹിച്ചൂടെ? ഏട്ടാ, പാടില്ല. സ്നേഹാരെ അടിച്ചേൽപ്പിക്കരുത്. അതിന് ആത്മാർത്ഥത ഉണ്ടായില്ല ഏട്ടാ. ഇല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീനു. വേണ്ട വി ഏട്ടാ, സഹതാപം തോന്നി വരേണ്ടതല്ല പ്രണയം. ലവ് ഇസ് ഡിവൈൻ. നീനു, നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ പ്രണയിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ വശം കൂടി ഒന്ന് കേൾക്കണം. നിന്നെ അന്ന് സ്റ്റേജിൽ വെച്ച് കണ്ടപ്പോൾ തൊട്ട് ഞാൻ നിന്നെ പ്രണയിക്കുകയാണ്. എനിക്ക് വയ്യാതിരുന്നപ്പോൾ നീ എന്നെ നോക്കിയതെല്ലാം ഞാൻ അറിഞ്ഞു. പക്ഷേ നിൻ്റെ ഉള്ളിലെ ഭയം ജിമ്മി, അത് തന്നെയാണ് ഞാനും ഭയന്നത്. അവനെനിക്ക് നഷ്ടപ്പെടുമെന്ന് കരുതി ഞാൻ. പിന്നീട് ഞാൻ എൻ്റെ പ്രണയം നിന്നോട് തുറന്നു പറയാൻ വന്നപ്പോൾ ദയാൻ്റിയുടെ ഫോൺ കോൾ നിനക്ക് വന്നത്. അപ്പോഴും പറയാൻ പറ്റിയില്ല. നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ തീർത്തും തകർന്നുപോയി. നിന്നെ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഞാനത് ജിമ്മിനോട് പറയാൻ ഉറപ്പിച്ചതാണ്. അപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹം ചെറുപ്പത്തിൽ ഉറപ്പിച്ചതാണെന്നും അത് നിങ്ങളുടെ അപ്പയുടെ ആഗ്രഹമായിരുന്നു ജിമ്മി പറഞ്ഞത്. അതുകൂടി കേട്ടപ്പോൾ ഒരു ആത്മാവിനെ വേദനിപ്പിക്കാൻ തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അത്രയുള്ളല്ലേ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം? പക്ഷേ ഞാൻ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നിങ്ങളില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചത്. പിന്നെ എൻ്റെ അപ്പയുടെ കാര്യം, ജീവനോടെ ഇരുന്നപ്പോൾ പോലും എൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് എൻ്റെ അപ്പം നിന്നിട്ടില്ല, ഇനി ഒരിക്കലും നിൽക്കുകയുമില്ല. നിങ്ങളെന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷം. ഇനി അങ്ങോട്ട് റോഷൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും. റോഷൻ്റെ കൂടെയുള്ള ജീവിതം? ആഹാ, അത് നീ മാത്രം തീരുമാനിച്ചതിയോ? ആ മതി, വേറെ ആരെ തീരുമാനിക്കണം? ഞാൻ തീരുമാനിക്കണം. ഇത്രയും നാളെ ഞാൻ എൻ്റെ സ്നേഹം ഉറച്ചു വെച്ചത് നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് കരുതിയാണ്. എന്തായാലും അതങ്ങനെല്ലാന്ന് മനസ്സിലായ സ്ഥിതിക്ക് രജിബിനെ, നിൻ്റെ പെങ്ങളെ എനിക്കിഷ്ടമാണ്. നിനക്കവളെ എനിക്ക് കെട്ടിച്ചേരാൻ പറ്റുമോ ഇല്ലയോ? എന്താന്ന്? അവളെ എനിക്ക് കെട്ടിച്ചു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അത് പിന്നെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ഓ, ഒന്ന് പറയേ. ഓ, ഇതെന്ത് കല്യാണാലോചനടാ. തരാ. താങ്ക് യു ആ ജിബിനേട്ടാ, എനിക്ക് ഇയാളെ വേണ്ട. നീനും അങ്ങനെ പറയില്ലേ? നിൻ്റെ ഉള്ളിലെ സ്നേഹം ടേ പോലെ തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അല്ലേ അമ്മേ? അതെ മോളെ, ഏട്ടൻ്റെ ആഗ്രഹം നടത്തണമെന്ന് മാത്രമേ ഞങ്ങൾ കരുതിയുള്ളൂ, അല്ലാതെ മോളെ വേദനിപ്പിക്കുന്ന കരുതിയിട്ടല്ല. മോളിത് സമ്മതിക്കുക. എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത്? നീനും ഇപ്പോൾ ടേക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സമ്മതിക്കും മോളെ. എന്നാ പിന്നെ ഇവരുടെ മാരേജിന് തയ്യാറാക്കിയതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ? ആ പേര് മാത്രം അങ്ങോട്ട് മാറ്റിയാൽ മതിയല്ലോ. നിക്ക്, എല്ലാവരും സന്തോഷിക്കാൻ പറ്റേ. എന്നെ ഇത്രയും വേദനിപ്പിച്ച് ഈ സാറിനോട്ട് ഒരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ? പണിഷ്മെൻറ്റോ?